ഇത് അമേരിക്കയെ വീണ്ടും വീണ്ടും ഭീതിപ്പെടുത്തുകയാണ് ഇറാൻ. ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന ഒരു ചിത്രം അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഭീതിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം സൈനികർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു, പടക്കപ്പലുകളൊക്കെ വലിയ പ്രശ്നമുണ്ടാകുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ അതേ സൈനികരെ വീണ്ടും ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ചിത്രം എന്ന് പറയുന്നത്. അതായത് ഒരു കടലില് അമേരിക്കയുടെ സൈനികൻ മരിച്ചു കിടക്കുന്നു, മറുവശത്ത് ഇറാന്റെ കൊടി ഉയർത്തിയ ഒരു പടക്കപ്പല്. ഈ ഒരു ചിത്രം ഇറാൻ പുറത്തു വിടുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണോ, അതോ സമാധാനം എന്ന് പറയുന്നത് വീണ്ടും കാറ്റിൽ പറക്കുകയാണോ? ഈ ചിത്രം വന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ കരാർ ഏതാണ്ട് അവസാനിക്കുകയാണ്. ആ സമയത്താണ് ഇറാന്റെ പുതിയ ഒരു പ്രതീകാത്മക ചിത്രം ഇറാന്റെ ടെഹ്റാനിലെ ഇൻക്വിലാബ് സ്ക്വയറിൽ കണ്ടത്. ഇൻക്വിലാബ് സ്ക്വയർ എന്ന് പറയുന്നത് ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെയാണ് ഇറാന്റെ നിലപാടുകൾ പരസ്യമായി അവർ ചിത്രങ്ങളിലൂടെ പ്രതീകാത്മകമായി പ്രകടിപ്പിക്കാറുള്ളത്. ആ പ്രകടിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെയും, അല്ലെങ്കിൽ അങ്ങനെ പ്രകടിപ്പിച്ചിട്ടുള്ള പ്രതീകാത്മക ചിത്രങ്ങളൊക്കെയും യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് ലോകം ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇതിനു മുമ്പ് ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ കപ്പലുകൾ നിന്ന് കത്തുന്നതിൻ്റെ ചിത്രങ്ങൾ ഇതുപോലെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അത് സംഭവിച്ചു. അതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തെയും ഇസ്രായേൽ സൈന്യത്തെയും തുരത്തുന്ന ഇറാന്റെ സൈനികരുടെ ചിത്രങ്ങൾ ഇതേ ഇൻക്വിലാബ് സ്ക്വയറിൽ വന്നിരുന്നു. അങ്ങനെ തങ്ങളുടെ നിലപാടുകൾ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇറാൻ കൃത്യമായി പ്രകടിപ്പിക്കുന്ന ഇടമാണ്. അപ്പൊ അവിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന ഒരു ഇറാനിയൻ സൈനികന്റെ ചിത്രം പ്രതീകാത്മകമായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് തലയോട്ടി ഉള്ള, അതായത് മരിച്ചു കിടക്കുന്ന ഒരു അമേരിക്കൻ സൈനികന്റെ ചിത്രം, ഹോർമൂസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചിത്രം വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാന് ഇനി മുന്നും പിന്നും നോക്കാനില്ല എന്ന നിലയിലേക്ക് എത്രത്തോളം തീവ്രമായി അമേരിക്കയെ പിന്തുണയ്ക്കുന്നവരെയും തകർക്കാൻ കഴിയുമോ അതിൻ്റെ അങ്ങേയറ്റത്തിലേക്ക് ഇറാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് അമേരിക്ക എല്ലാ തവണയും യുദ്ധം ഉണ്ടാക്കിയിട്ട് പിന്നിലൂടെ മറ്റ് രാജ്യങ്ങളെ ഉപയോഗിച്ച് മധ്യസ്ഥത നടത്തി ഡിസ്കഷൻസ് നടത്തി ഒരു കരാർ ഉണ്ടാക്കി രക്ഷപ്പെടുന്നത് പോലെ ഇത്തവണ ഇനി ഇറാന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. അതായത് ഒരു യുദ്ധം എന്തായാലും അധികം വൈകാതെ തന്നെ അതിശക്തമായ രീതിയിലുള്ള ഒരു അറ്റാക്ക് അത് ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകും. അത് അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെയാകാം, അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാകാം, അല്ലെങ്കിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏത് അസറ്റുകൾക്ക് നേരെയും, ഒരുപക്ഷെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് നേരെയായിരിക്കാം. എന്തായാലും അമേരിക്കയ്ക്ക് നേരെ, അമേരിക്കയെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇറാൻ നൽകുന്നത്. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഈ ബിൽബോർഡിൽ വന്നിരിക്കുന്ന ചിത്രത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹോർമൂസിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടും എന്നുള്ളതാണ്. അതായത് അമേരിക്കൻ സൈനികരെ വധിച്ചാൽ പ്രതിഫലം നൽകും, $30,000 നൽകാം എന്ന് ഇതോടകം ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ സൈനികരോടാണ് നിർദ്ദേശിക്കുന്നത്. ഇറാൻ ഭരണകൂടം അവരുടെ സൈനികരോട് പറയുന്നു, അമേരിക്കൻ സൈനികരെ നിങ്ങൾ വധിച്ചാൽ നിങ്ങൾക്ക് വലിയ പാരിതോഷികം നൽകാം. അത് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും, ഇത്രയധികം ഗൗരവതരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും ഇറാൻ പറയുന്നു, അമേരിക്കയുടെ സൈനികരുടെ ജീവൻ എടുത്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം തരാമെന്ന് പറയണമെങ്കിൽ ഇറാന്റെ പ്രൈം അജണ്ട എന്ന് പറയുന്നത് അമേരിക്കയെ തകർക്കുക, അമേരിക്കൻ സൈനികരെ വധിക്കുക, അമേരിക്കയുടെ അസറ്റുകൾ തകർക്കുക, അമേരിക്കയുടെ കപ്പലുകൾ തകർക്കുക. ഇതൊരു പുതിയ വേവാണ്. അതായത് ഇത്രയും നാൾ അമേരിക്ക ഇറാന് നേരെ ആക്രമിക്കുന്നു, നെതന്യാഹു ഇറാന് നേരെ ആക്രമണം നടത്തുന്നു, ഇറാനെ അവസാനിപ്പിക്കുമെന്ന് പറയുന്നു, ഇറാനെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ ആ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇറാന്റെ കയ്യിലേക്കാണ് കാര്യങ്ങൾ തിരിഞ്ഞത്. ഇസ്രായേൽ മിണ്ടുന്നില്ല. നെതന്യാഹു ചർച്ചകളും മറ്റുമായിട്ട്, അവരുടെ ഇലക്ഷനും മറ്റുമായിട്ട് ആ വഴിക്ക് പോയി. അമേരിക്കയ്ക്ക് മനസ്സിലായി ഇനിയും ഇറാനെ അടിച്ചാൽ വലിയ നാശം വരുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് അമേരിക്കയും സൈലൻ്റായി നിൽക്കുകയാണ്. പക്ഷേ ഇറാൻ വയലൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതായത് ഇറാന്റെ പ്രതികാരം അടങ്ങിയിട്ടില്ല. നിങ്ങൾ പറയുന്ന സമയത്ത് യുദ്ധം ചെയ്യാനും നിങ്ങൾ പറയുന്ന സമയത്ത് യുദ്ധം നിർത്താനും ഞങ്ങൾക്ക് സൗകര്യമില്ല. ഇനി ഞങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ ചിലത് കാണിക്കും, അത് നിങ്ങൾ കണ്ടോളൂ എന്നാണ് ഇറാൻ നിരന്തരമായി പറയുന്നത്. ഭീതിയുടെ മുൾമുനയിലാണ് അമേരിക്ക, ഭീതിയുടെ മുൾമുനയിലാണ് അമേരിക്കൻ പിന്തുണയുള്ള ഗൾഫ് രാജ്യങ്ങൾ. എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് സംഭവിക്കുക എന്ന് ആർക്കും അറിയാത്ത സാഹചര്യം. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു ആക്രമണം നടത്തുമ്പോൾ മാത്രമാണ് ഇറാൻ തിരിച്ചടിച്ചിരുന്നത്. ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കായിരുന്നു. ഇപ്പോൾ ഇറാൻ നിശബ്ദമായി നിൽക്കുകയാണ്.
ഇറാൻ 15,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള അത്രയും ദൂരം എത്താൻ കഴിയുന്ന മിസൈലുകൾ ഉണ്ടാക്കുന്നു എന്ന് വാർത്തകൾ വരുന്നു. ഇറാന്റെ മിസൈൽ ശേഷി ഭയാനകമാം വിധം വർദ്ധിച്ചു എന്ന് കഴിഞ്ഞ ദിവസം ജെറുസലേം പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരു ദിവസം 10ഉം 20ഉം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉണ്ടാക്കുന്നത്. ഒരു മാസം 300ഉം 500ഉം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആഴ്ചയിലും പുതിയ പുതിയ മിസൈൽ സിറ്റികൾ തുറക്കുകയാണ്. അവിടങ്ങളിലേക്ക് ഈ ആയുധങ്ങൾ മുഴുവൻ സംഭരിക്കുകയാണ്. ആക്റ്റീവായി ഇപ്പോൾ യുദ്ധം നിലനിൽക്കുന്നില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം അമേരിക്ക ഇറാൻ നേരെ ആക്രമിക്കുന്നില്ല, ഇറാനും കാര്യമായിട്ട് ആക്രമണങ്ങൾ നടത്തുന്നില്ല. ഇറാൻ ഇപ്പോൾ ആക്രമിക്കുന്നത് ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയാണ്. പക്ഷെ അങ്ങനെ ആക്റ്റീവായ ഒരു യുദ്ധ സാഹചര്യം ഇല്ലാതിരിക്കുമ്പോഴും ഇറാൻ എന്തിനാണ് ആയുധപ്പുരകൾ നിറയ്ക്കുന്നത്? ഇറാൻ എന്തിനാണ് അവരുടെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ വീണ്ടും ആക്റ്റീവ് ആക്കുന്നത്? ഇറാൻ എന്താണ് പ്രതികാരത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അതിശക്തമായിട്ടുള്ള ഒരു ആയുധ പ്രയോഗം, അത് ബാലിസ്റ്റിക് മിസൈലുകളായിരിക്കാം, ചിലപ്പോൾ ആണവായുധങ്ങളായിരിക്കാം, ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഇറാനിന് മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ച് പ്രതികാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മുജ്തബ ഖാംനെയി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ രാജ്യം ഇല്ലാതായാലും അല്ലെങ്കിൽ ഞങ്ങളില്ലാതായാലും ഇവിടുത്തെ ഭരണാധികാരി അല്ലെങ്കിൽ ആത്മീയ ആചാര നിലയിൽ താൻ ഇല്ലാതായാലും ഞങ്ങൾ പ്രതികാരം തീർത്തിട്ടേ അടങ്ങൂ എന്ന് പറയുമ്പോൾ ഒരു ചാവേർ അറ്റാക്ക് എന്ന രീതിയിലേക്ക്, സ്വയം ഇല്ലാതായാൽ പോലും ശത്രുവിനെ ഇല്ലാതാക്കുക, ശത്രുവിൻ്റെ അടിവേരറക്കുക, ശത്രുവിന് പാഠം പഠിപ്പിക്കുക എന്ന നിലയിലേക്ക് രക്തസാക്ഷിത്വം ചൊരിഞ്ഞ് വിജയം നേടുക അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിച്ച് വിജയത്തിലേക്ക് പോവുക എന്ന നിലയിലേക്ക് ഇറാൻ അവരുടെ സ്ട്രാറ്റജികൾ മാറ്റുന്നുണ്ടോ എന്ന് കാര്യമായി സംശയിക്കേണ്ടതുണ്ട്. കാരണം ഹോർമുസിൽ ഒരു വലിയ ആക്രമണം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഇറാൻ നൽകിയത്. ഹോർമുസിന് ചുറ്റും അമേരിക്കയുടെ പടക്കപ്പലുകൾ വരുന്നു, അല്ലെങ്കിൽ പടക്കപ്പലുകളുണ്ട്, നാറ്റോ രാജ്യങ്ങൾ ആക്റ്റീവായിട്ട് ഹോർമുസിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ പല വിധത്തിൽ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ട്രംപ് ഇപ്പോഴും പറയുന്നത് ഹോർമുസ് ഞങ്ങളുടെ കയ്യിലാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഹോർമുസിൽ ഇപ്പോൾ അമേരിക്കയുടെ സൈനികർ ഇല്ല എങ്കിൽ പോലും ഗൾഫ് രാജ്യങ്ങളിലാണ് അമേരിക്കയുടെ സൈനികരുള്ളത്. ഇപ്പോൾ സൗദി, UAE പോലുള്ള GCC രാജ്യങ്ങളിലാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അറബ് ലോകം ഒന്നിക്കുന്നു, അമേരിക്കക്കെതിരെ രംഗത്ത് വരുന്ന ഒരു റെഡ് കാർഡ് ട്രംപിനെ കാണിക്കുന്നു. അതായത് ഈ യുദ്ധം അനാവശ്യമായിട്ടുള്ള യുദ്ധമാണെന്ന് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് പറയുകയാണ്. അപ്പോൾ ഈ ഒരുമിച്ച് പറയുന്ന സമയത്ത് ഈ ഒരു സൈനികർ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിൽക്കുന്നതും അവർക്ക് പ്രശ്നമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ യുദ്ധം ചെയ്യാൻ ഇവർ അതിന് മുതിരുന്നില്ല. അതായത് അമേരിക്കയുടെ സൈനികർ ഇവിടെ യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല, ഇത് അനാവശ്യ യുദ്ധമാണെന്ന് ഈ GCC രാജ്യങ്ങൾ പറയുമ്പോൾ തന്നെയാണ് ഇറാൻ ഈ കാര്യങ്ങൾ ഒരു മുതൽക്കൂട്ടാവുന്നത്. ഇപ്പോൾ യദു ആദ്യം പറഞ്ഞതുപോലെ തന്നെ സമാധാന കരാർ കൊണ്ടുവരുന്നതിന്റെ സമയത്താണ് ഇറാൻ ഈ ഒരു വലിയ ഫ്ലെക്സിൽ ഒരു ഭീഷണി മുഴക്കിക്കൊണ്ടൊരു കാര്യം പറഞ്ഞത്. അവിടെയാണ് ഈ ശ്രദ്ധിക്കേണ്ട. ഹോർമുസ് ഇപ്പോൾ ഇറാന്റെ കൈകളിലാണ്. ഒമാനുമായിട്ട് ചർച്ച നടത്തി, ഒമാനൊപ്പം നിന്നുകൊണ്ട് അവിടെ ഒരു നീക്കം നടത്തുന്നു. ഈ പറയുന്ന GCC രാജ്യങ്ങളെല്ലാം ഒമാൻ പറയുന്നത് കേട്ട് ഇറാനൊപ്പം നിൽക്കുമ്പോൾ അമേരിക്കയുടെ ഈ സൈനികരെ കൊണ്ട് അവരവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഇപ്പോൾ ആ സൈനികർ തന്നെ യുദ്ധത്തിന് താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ല, ഇതില് ഇനി വരാൻ പോകുന്ന ഒരു കാര്യം, ഹോർമുസിൽ പരിപൂർണമായ നിയന്ത്രണം ഇറാൻ ഏറ്റെടുക്കും. ആ സമയത്ത് ചിലപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഹോർമുസ് ഞങ്ങളുടേതാണ് എന്നാണ് അമേരിക്ക ഇപ്പോഴും അവകാശപ്പെടുന്നത്. അപ്പൊ അവിടെയും അമേരിക്കയ്ക്ക് കളം പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അമേരിക്ക അവിടെ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇറാനെ ആക്രമിക്കുക, ഹോർമുസിൽ ഇറാന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുക, അമേരിക്കയുടെ പടക്കപ്പലുകൾ ഹോർമുസിന് സമീപത്തേക്ക് കൊണ്ടുവരിക, ഈ വക കലാപരിപാടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് അമേരിക്കയുടെ ഇടപെടലോടുകൂടിയാണ് ഹോർമുസിലെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് എന്ന് അവർക്ക് ലോകത്തെ അറിയിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പല ഗിമ്മിക്കുകളും അമേരിക്ക കളിക്കാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കത്തിലേക്ക് വന്നാൽ തകർത്തു തരിപ്പണമാക്കും എന്ന കൃത്യമായ അടയാളമാണ് അല്ലെങ്കിൽ കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹോർമുസിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളെ തീർത്തു കളയും എന്ന് അമേരിക്കൻ സൈന്യത്തോട് മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് ആ ചിത്രം. അതുപോലെ തന്നെ ട്രംപിനെ കഴുത്തിന് പിടിച്ച് ഭിത്തിയിൽ കയറ്റുന്ന പ്രതീകാത്മക ചിത്രം എന്താണ്? ട്രംപിനെ ഞങ്ങൾ വധിക്കും അല്ലെങ്കിൽ ട്രംപിനെ ഞങ്ങൾ ശിക്ഷിക്കുമെന്ന അടയാളമാണ്. അതായത് അമേരിക്ക പറയുന്നതൊന്നും ഇനി ഞങ്ങൾ ചെവിക്കൊള്ളില്ല, അമേരിക്ക എന്തു ചെയ്താലും അതിന് ഞങ്ങൾ പ്രതികരിക്കും, അമേരിക്കയുടെ കയ്യിലേക്ക് ഒന്നും വിട്ടുകൊടുക്കുകയില്ല, ഹോർമുസ് ഞങ്ങളുടേതാണ്. ഇതൊക്കെയാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സൈനികരെ നിങ്ങൾ എവിടെ കണ്ടാലും വധിച്ചോളൂ എന്ന് തങ്ങളുടെ സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കുന്നു, അതിന് പാരിതോഷികം കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം അമേരിക്കയുടെ ആരെ കണ്ടാലും, ഏത് ഉന്നതരെ കണ്ടാലും ഇവർ വധിക്കുക എന്നുള്ളത് തന്നെയാണ്.
അതിന്റെ ഒരു പടി കൂടി കടന്ന് നമ്മൾ ചിന്തിച്ചാൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ശക്തികൾ, അവരുടെ സൈന്യം എന്ന് പറയുന്നത് അവരുടെ ശക്തിയാണല്ലോ, ആ ശക്തികൾ ഓരോന്നായി ഇല്ലാതാക്കാനുള്ള പണി ഇറാൻ ഇവിടെ തുടങ്ങിയെന്ന് കൂടി ഇത് നമ്മൾ വായിക്കണം. അപ്പൊ എന്താണ് സംഭവിക്കുക? ട്രംപിനെ വധിക്കാനുള്ള നീക്കമുണ്ട്, ഈ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ സൈന്യത്തെ വധിക്കാൻ നീക്കമുണ്ട്, അമേരിക്കയുടെ ഏത് അസറ്റുകൾ തകർക്കാനും ഞങ്ങൾ തയ്യാറാണ് തുടങ്ങി ശക്തമായ യുദ്ധകാഹളമാണ് വളരെ ലളിതമായിട്ട് ഇറാൻ ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുന്നൊന്നും ഇറാൻ പറയാറില്ല, പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടുമില്ല. അതാണ് ഇറാന്റെ പ്രത്യേകത. അപ്പൊ അവരിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അക്രമോത്സുകമായ രീതിയിലേക്കുള്ള ചിത്രങ്ങളും പ്രതികരണങ്ങളും ഒക്കെ പുറത്തുവിടുമ്പോൾ പുതിയ സൈനിക മേധാവിമാർ അവിടെ വരികയാണ്, പുതിയ സൈനിക നീക്കങ്ങൾ നടക്കുകയാണ്, അമേരിക്കൻ സൈനികരെ നിങ്ങൾ തെരഞ്ഞു പിടിച്ച് വധിച്ചോളൂ എന്ന ഒരു ആശീർവാദം കൊടുക്കുകയാണ്. അപ്പൊ അത് യുദ്ധം ഓൺ ചെയ്യുന്ന കാര്യമാണ്. അതായത് അമേരിക്ക ഇറാന് നേരെ യുദ്ധം ചെയ്യുമ്പോൾ ആരോടും ചോദിച്ചൊന്നുമില്ല, അവരുടെ സ്വന്തം തീരുമാനത്തിലേക്ക് യുദ്ധം ചെയ്യുമായിരുന്നു. ഏതാണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഇറാനും ആരുമായും ചർച്ച നടത്തുന്നില്ല, ആരുമായും ഈ വിഷയങ്ങൾ സംസാരിക്കുന്നില്ല, മധ്യസ്ഥ രാജ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരു കരാറിനെ കുറിച്ച് പോലും ഇറാൻ മിണ്ടുന്നില്ല. ഇറാൻ മറ്റെന്തോ പ്ലാൻ ചെയ്യാണ്. അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച്. അതുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അതെന്താണെന്ന് പിടികിട്ടുന്നില്ല അമേരിക്കയ്ക്ക് എന്നുള്ളതാണ് അവരുടെ കുഴപ്പം. കാരണം ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിഞ്ഞാലേ അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒരു ധാരണയുമില്ല. അതുകൊണ്ട് അമേരിക്ക വലിയ ഭീതിയിലാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇസ്രായേൽ ഒപ്പമില്ലാത്ത സാഹചര്യമുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ അവിടുത്തെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. അപ്പം യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടവർ ഒരു ഘട്ടത്തിൽ വെച്ച് തിരിച്ചടി ശക്തമായപ്പോൾ സ്പ്ലിറ്റ് ആവുന്നു. ഒരു വിഭാഗം, അതായത് ഇസ്രായേൽ, അതിന് നേതൃത്വം കൊടുത്തു. ഇതെല്ലാം ട്രംപിനെ മൂപ്പിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന ഈ നെതന്യാഹു അപകടം തിരിച്ചറിഞ്ഞ് മുങ്ങി തലയൂരി. ട്രംപിന് തലയൂരാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു ചർച്ച നടത്തി എങ്ങനെയെങ്കിലും ഒരു കരാറുണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും ഇറാൻ തയ്യാറാകുന്നില്ല. ഇറാൻ കാര്യമായ പ്ലാനിങ്ങിലാണ്. അത് തിരിച്ചടിയുടെ ഭാഷയാണ്, പ്രതികാരത്തിന്റെ ഭാഷയാണ്. അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് നോക്കിക്കോളൂ, അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ശക്തമായ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരിടേണ്ടി വരും. അത് എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് അവ്യക്തതകൾ ഉണ്ടെങ്കിൽ പോലും ഈ യുദ്ധം വീണ്ടും രൂക്ഷമാകുന്ന വിധത്തിലേക്ക് ഇത്തവണ ഇറങ്ങി പുറപ്പെടുന്നത് ഇറാനായിരിക്കും. അതിൻ്റെ കൃത്യമായ അടയാളങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.